നമുക്കറിയാലോ, കേരളത്തിലെ ജന്മിമാർ വെച്ച് കാണൽ, കങ്കാണി, നൂരി, മുക്കാല്, വാശി, വണ്ണാത്തി, മാറ്റുമുടക്കൽ, കല്ലും വെച്ച് കെട്ടൽ, ആലപ്പുഴ ഉൾപ്പെടെയുള്ള കൂലിയാൻ ഉൾപ്പെടെയുള്ള എത്രയെത്ര അക്രമ പിരിവുകൾക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ കുടിയാൻ്റെ ഒപ്പമുള്ള ഓരോരുത്തരും വിധേയപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുവായത്. അതിനു പുറമെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണ്, പിന്നോക്ക സമുദായക്കാരൻ, അതുപോലെ തന്നെ അവർണർ, ഇനി അവർണർ അല്ലെങ്കിൽ പോലും ജന്മി അല്ലാത്തവർ ഒന്നാമത്തെ ദിവസം താമസിക്കേണ്ടത് ജന്മിയുടെ വീട്ടിലാണ്. മനസ്സിലായോ? ഇത് അത്രയൊന്നും കൊല്ലായിട്ടില്ല. അവസാനിച്ചിട്ട് കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയ അതിശക്തിയായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ മേഖലയിലുണ്ടായിരുന്ന ഈ സിസ്റ്റം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കല്യാണം കഴിച്ച് വധുവും കൂടി വരിക, വധു ജന്മിൻ്റെ വീട്ടിൽ പോവുക, വരൻ്റെ വീട്ടിൽ പോവുക. ഒന്നാമത്തെ ദിവസം അതൊരവകാശമായിരുന്നു. അത് നിഷേധിച്ചാൽ കണ്ണു കുത്തി പൊട്ടിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ മലബാറിൽ. ഏതെങ്കിലും സ്ത്രീ വിസമ്മതിച്ചാൽ അതിനെതിരായിട്ട് ചിലപ്പോൾ കൊല്ലാനുള്ള അവകാശമുണ്ട്. വശായിക്കുണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കൊല്ലിയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് തടി താഴ്ത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭൂപ്രഭുത്വത്തിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ്, ജന്മിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതാണ്, സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഉണ്ടായതാണ്. അതിനെതിരായി കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും എല്ലാം നടത്തിയ പോരാട്ടത്തിൽ നിന്നാണ് അതിൽ നിന്ന് ജനങ്ങൾ മോചിച്ചത്. ഇന്ന് കല്യാണം കഴിച്ചാൽ നേരെ വീട്ടിലേക്ക് പോകാനുണ്ടാക്കും. മുമ്പ് അങ്ങനെ പോകാനായിട്ടുണ്ടായിരുന്നില്ല. അത്രയൊന്നും കൊല്ലല്ല ഞാൻ പറയുന്നത്. ഇമാതിരി ജീർണമായ എന്തൊക്കെ മനുഷ്യന് ഓർമ്മിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെ അന്ധവിശ്വാസജടിതമായ തെറ്റായ ആചാരങ്ങൾ ജന്മിമാർക്ക് വേണ്ടി, ഭൂവുടമകൾക്ക് വേണ്ടി, യജമാനന്മാർക്ക് വേണ്ടി ഈ കേരളം ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ദൈവനിശ്ചയമാണെന്നാണ് വരുത്തി തീർത്തത്. വിശ്വാസത്തെ അതിനെ കൂടി വേണ്ടിയാണ് ഉപയോഗിച്ചത് വ്യഭിചാരത്തിന്. ഇമാതിരിയുള്ള നിരവധി കടമ്പകൾ കടന്നിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ ആധുനിക രീതിയിൽ വരുമ്പോൾ പുതിയ തലത്തിലാണ്. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം അത് പച്ചയായിട്ടാണ്. ഇതതിനേക്കാളും ഗുരുതരമാണ്, പക്ഷേ പച്ചയായിട്ടല്ല. തെറ്റായ ഒരു പ്രവണതക്കും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂട്ടുനിൽക്കാനാവില്ല. ആരായാലും ആര് എന്നുള്ളത് എക്സ് ഓർ വൈ പ്രശ്നമല്ല. തെറ്റായ ഏത് പ്രവണതയെയും നമുക്ക് നിൽക്കാനാവണം. ഗവൺമെന്റിന് ആ നിലപാടാണ്. സമത്വം എന്നത് സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനും തുല്യമായിരിക്കണം. അവരുടെ വേതന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിൽ ഇത് വേണം, എല്ലാ അർത്ഥത്തിലും വേണം. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്കതിലൊന്നും ഒരു തരത്തിലുള്ള വിഷമവുമില്ല. ചില കാര്യങ്ങളുണ്ടാവും, ചില ആൾ വെളിപ്പെടുത്തട്ടെ. അപ്പോൾ ചില ആൾക്ക് രാജിവെക്കേണ്ടി വരും, രാജിവെക്കും. ഒരു രഞ്ജിത്ത് രാജിവെച്ചിട്ടുണ്ട്, തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് നോക്കാം. സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടു, ഇത് പണ്ടേ പുറത്താക്കേണ്ടതായിരുന്നു എന്നാണ്. എന്നിട്ട് നിങ്ങൾ അപേക്ഷ ആക്ഷേപം കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, നോക്കിയിട്ട് ചെയ്യാന്നുള്ളതായിരുന്നില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ക്രിമിനലാണെന്നാണ് പറയുന്നത്. എന്ന് ഞാനിതിനകത്ത് ഓരോരുത്തരെ പറ്റി പറയല്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ ജീർണതയുടെ ഭാഗമായി തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ സ്ത്രീ വിരുദ്ധത പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട്, ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അതിനെ ശക്തിയായ രീതിയിൽ തന്നെ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് തന്നെ സ്വീകരിക്കും. ശക്തി തിയേറ്റേഴ്സിൻ്റെ അവാർഡ് ദാന പരിപാടിയാണ് ഇത് എന്നുള്ളതുകൊണ്ട്, സാംസ്കാരിക മേഖലയിലുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഈ ഒരു രീതിയിലുള്ള ഗൗരവതരമായ ചർച്ച വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വരുമ്പോഴും പത്രക്കാർ വന്ന് വഴിക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ പൊതുയോഗത്തിൽ പറയാം, പിന്നെ ഞങ്ങൾ വീട്ടിൽ നിൽക്കാം, പിന്നെ നിൽക്കേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ. നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഒന്നും വളച്ചു കെട്ടാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഏത് റിപ്പോർട്ടായാലും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ നടപ്പിലാക്കണമെന്ന് പറയുന്നത് അത് മുഴുവൻ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യം തയ്യാറാണ് എന്ന് അതിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മിനിഞ്ഞാന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ മുഴുവൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അതാ വേണ്ടത്.
അത് രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തെയും ഈ സാംസ്കാരിക മേഖലയുടെ ജീർണതയെയും ഒപ്പം എതിർത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.